ഹലോ ഗൈസ്, അപ്പൊ ഇന്ന് ഞങ്ങൾ പോകുന്നത് എൻ്റെ വീട്ടിൽ അവിടുത്തെ അമ്പലത്തിൽ ഒരു വിളക്കാണ് കേട്ടോ ഞങ്ങളുടെ. അപ്പൊ ഇത് ഇന്നലെ അല്ല, ഇന്നലത്തെ വീഡിയോ ആണ് ഞാൻ ഇന്ന് ഇടുന്നേ ഉള്ളൂ എന്ന് കേട്ടോ. അപ്പൊ ഒരു ദിവസം കഴിഞ്ഞാണ് വീഡിയോ വന്നിരിക്കുന്നത്. വൃശ്ചിക വിളക്ക് ഇതും കൂടെ ആവുമ്പോഴത്തേക്ക് വൃശ്ചിക വിളക്ക് കഴിയും കേട്ടോ. കഴിഞ്ഞ ദിവസം ഇട്ടിട്ട് നമ്മുടെ ഇവിടുത്തെ അമ്പലത്തിലായിരുന്നു കേട്ടോ. അപ്പൊ എൻ്റെ ഞാൻ സ്വന്തമായി തച്ച എൻ്റെ ധാവണിയും ഒക്കെ ഉടുത്ത് ഇറങ്ങുകയാണ് ഗൈസ്. ഞാൻ നേരത്തെ വന്നു, കുറച്ച് നേരത്തെ വന്നു, ഒരു 4 മണിക്ക് ആ സമയമായപ്പോൾ വന്നു കേട്ടോ. ഞാൻ അത് നടന്നു കണ്ടപ്പോൾ എൻ്റെ കുട്ടി ഒരു വീഡിയോ എടുത്തെന്ന് കേട്ടോ. ഇച്ചിരി എടുത്തോളൂ, പിന്നെ ഞാൻ സ്ലോ മോഷൻ ഇട്ടങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. അന്നെങ്കിൽ അവൻ തന്നെയാണ് ഈ വീഡിയോ എടുത്തേക്കുന്നത്. നമുക്കങ്ങ് വീട്ടിൽ ഇന്ന് വിളക്കാണ്, പോയിക്കൊണ്ടിരിക്കണേ ഉള്ളൂ. മണി 5:15. അപ്പോൾ ഒരു 6 മണിയൊക്കെ ആവുന്ന രീതിയിൽ അവിടെ എത്തിയാൽ മതി കേട്ടോ. നമ്മൾ കുറച്ച് നേരത്തെ കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യാതൊക്കെ പറഞ്ഞ് പോയാൽ, പക്ഷേ ഒന്നിനും വയ്യ. പിന്നെ വീട്ടിൽ മുറ്റത്ത് 2 ഫോട്ടോ ഒക്കെ എടുത്തിട്ട് തിരിച്ച് അമ്പലത്തേക്ക് കയറിപ്പോയി കേട്ടോ. കടയിൽ നിന്ന് കുറച്ച് തിരിയും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് നമ്മൾ കയറിപ്പോയി. അപ്പോൾ ഇവിടെ അടുത്തില്ല, തൊട്ട് ചേർന്ന് നിൽക്കുന്ന അമ്പലം തന്നെയാണ് കേട്ടോ. താഴെ ഈ അമ്പലത്തിൽ നേരത്തെ ഞാൻ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഉത്സവത്തിൻ്റെ അടുത്ത ഉത്സവം ആവാറായി. നമ്മുടെ വനിതാ കമ്മിറ്റിയൊക്കെ ഉള്ള അമ്പലമാണിത്. അപ്പം അവിടെയാണ് നമുക്കിന്ന് വിളക്ക് വരുന്നത്. അപ്പം ഞങ്ങൾ ഇത്തിരി ഒരു 5:30 ആയോ പോയി കേട്ടോ. 5:30 ആയപ്പോഴത്തേക്ക് പോയി വിളക്കൊക്കെ സെറ്റായി കത്തിക്കാനൊക്കെ കഴിക്കണൊക്കെ പോയി. അപ്പം എൻ്റെ സഹോദരൻ എന്ന് പറയുന്ന കൺട്രിപ്പിൽ അവിടെ കുളിക്കാനൊക്കെ കയറിയേ ഉള്ളൂ. പിന്നെ ഞങ്ങളീ വന്ന് അമ്മയും തൊട്ട് ബാക്കിൽ നിന്ന് വന്നു കേട്ടോ. അപ്പോൾ കണ്ടില്ലേ നമ്മുടെ അമ്പലം? നല്ല അമ്പലമല്ലേ? നല്ല അമ്പലമാണ്. അപ്പോൾ നമ്മൾ വിളക്കൊക്കെ കത്തിച്ചു കേട്ടോ. ഫുള്ള് ആ ഒരു വലിയ കൽവിളക്ക് മൊത്തം കത്തിക്കാൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കത്തിച്ചിട്ട് ഞങ്ങൾ വെളിയിൽ ഇറങ്ങി വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്കാണ് ഞാൻ കത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ഇവിടെ കിടന്ന് കിട്ടിയത്. അതും ആഡ് ചെയ്യുന്നേ ഉള്ളൂ അതിനകത്ത്. അപ്പോഴത്തേക്ക് കണ്ടോ, ആൾക്കാരും ഇല്ല കേട്ടോ. അങ്ങനെ നമ്മളിന്ന് കത്തിച്ചൊക്കെ വെയിറ്റ് ചെയ്യുന്ന സമയമാണ്. ഇവിടുത്തെ എൻ്റെ സഹോദരൻ എന്ന് പറയുന്ന പുത്രൻ അവിടുന്ന് കുളിയും ജപവും കഴിഞ്ഞ് വരികയാണ്. വിളക്ക് പൂജ തുടങ്ങാനുള്ള സമയമായപ്പോഴേക്കും എത്തിയതല്ല. പിന്നെ പൂജയൊക്കെ കണ്ട് നമ്മൾ തൊഴുത ശേഷം തിരിച്ച് വീട്ടിൽ വന്നു. ഇത്രയൊക്കെ